ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് മിൽമ ജീവനക്കാർ പണിമുടക്കിലേക്ക്. സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ അർദ്ധരാത്രി മുതലാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്കുക. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. അജീഷ്, ഈ പണിമുടക്ക് പിൻവലിപ്പിക്കാനുള്ള എന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? പണിമുടക്ക് സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? ഗോപി, നാളെ ഈ 11:30 അഡീഷണൽ ലേബർ കമ്മീഷണർ എന്തായാലും യൂണിയൻ ഭാരവാഹികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിൽ ധാരണയായില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകുമെന്നാണ് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. ഇവർ നിലവിൽ ഉറപ്പിച്ച് പറയുന്നത് ശമ്പള റിവിഷൻ അത് നടപ്പിലാക്കിയെങ്കിൽ മാത്രമേ ഈ പണിമുടക്കിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നാണ്. എല്ലാ 5 വർഷം കൂടുമ്പോഴാണ് മിൽമ തൊഴിലാളികളുടെയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നത്. 2021 മിൽമ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണ കരാർ അവസാനിച്ചിരുന്നു. ഇതിനെ തുടർന്ന് 2 വർഷങ്ങളുടെ നീണ്ട ചർച്ചകൾ നടത്തിയതിനു ശേഷം 2023 ഈ അഡീഷണൽ ലേബർ കമ്മീഷണറുമായി ചർച്ച നടത്തിയതിനു ശേഷം പുതിയ ശമ്പള പരിഷ്കരണ കരാർ ഒപ്പിട്ടിരുന്നു. പക്ഷേ ഈ 13 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പുതുക്കി ഒപ്പിട്ട ഈ ശമ്പള പരിഷ്കരണ കരാർ നടപ്പിലാക്കിയില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളി യൂണിയനുകൾ, അത് CIT ഉണ്ട്, IATUC ഉണ്ട്, AITUC, ഈ 3 തൊഴിലാളി യൂണിയനുകളും സംയുക്തമായി ഇപ്പോൾ പണിമുടക്ക് നടക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി എല്ലാ മിൽമ ഡയറികളും ഈ പണിമുടക്കെ സാരമായി ബാധിക്കും. 24-ാം തീയതി അർദ്ധരാത്രി മുതലാണ് ഈ സമരം നിശ്ചയിച്ചിരിക്കുന്നത്. അന്ന് രാത്രി മുതൽ തന്നെ ഈ പാൽ ശേഖരണവും വിതരണവും ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. എന്തായാലും നാളെ രാവിലെ 11:30 അഡീഷണൽ ലേബർ കമ്മീഷണറുടെ ഓഫീസിൽ യൂണിയന്റെ ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. ഈ ചർച്ചയിലായിരിക്കും എന്തായാലും ഈ പണിമുടക്കിന്റെ ഭാവി അറിയുക. ശരി, നാളത്തെ ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പണിമുടക്കുമായി മുന്നോട്ട് പോകാനാണ് മിൽമ ജീവനക്കാരുടെ യൂണിയന്റെ തീരുമാനം. അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത്.